ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുക തന്നെയാണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിയത് ഇന്നലെയാണ്. ഇന്നലെ മാത്രം 77,026 ഭക്തർ ദർശനം നടത്തി. ആദ്യ 7 ദിനം ദർശനം നടത്തിയത് 45,197 ലക്ഷം പേരാണ്. ഏറ്റവും കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് നടന്നതും ഇന്നലെയാണ്. എന്തായാലും അയ്യനെ കാണാൻ ഭക്തജന തിരക്ക് കൂടി വരിക തന്നെയാണ്. ഒരാഴ്ച പിന്നിട്ട് ഈ സമയത്ത് ഇത്രയും അധികം ഭക്തരാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കുമെന്നുകൂടി നോക്കിക്കാണേണ്ട. എന്നാലും സുരക്ഷിതമായ ദർശനം ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഭക്തരെ കടത്തിവിടുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. സന്നിധാനത്ത് നിന്നും എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, തിരക്ക് കൂടുന്നുണ്ടെങ്കിലും സുഗമമായ ദർശനം എല്ലാവർക്കും ലഭ്യമാകും, എല്ലാ ഭക്തർക്കും ലഭ്യമാകും എന്നുള്ള ആ കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ജനം TV പുറത്തുവിടുന്നത്. ആ 18ാം പടി കയറുന്നത് പോലും സമാധാനപരമായിട്ടാണ്. തീർച്ചയായും ഇന്ന് ഇപ്പോൾ തന്നെ ഈ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും കൂടുതൽ ഭക്തർ ഈ ശബരിമലയിലേക്ക് എത്തിയത് ഈ മണ്ഡലകാലത്ത്. ഇതിൽ തന്നെ ഓരോ ദിവസവും ഭക്തജന തിരക്ക് വർദ്ധിച്ച് വരികയാണ്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് വലിയ നടപ്പന്തലിലാണ്. ഈ വലിയ നടപ്പന്തലിൽ സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ലെങ്കിലും ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും നിരവധി ഭക്തർ ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ശബരിമലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ 77,026 തീർത്ഥാടകരാണ് ശബരിമലയിലെത്തി ദർശനം നടത്തി മടങ്ങിയത്. അതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു കാര്യം, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1 ലക്ഷത്തിലധികം വർധന ഈ ആദ്യ ദിനങ്ങളിൽ തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. ആദ്യ 7 ദിനം ദർശനം നടത്തിയിട്ടുള്ളത് 4,51,097 പേരാണ്. എന്തായാലും ഓരോ ദിവസം ഈ തിരക്കിൽ വർധന ഉണ്ടാകുന്നു, ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നു. ഇന്നും ഇത് തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിലും ഈ ഒരു മാറ്റം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു. വലിയ തരത്തിലുള്ളൊരു സംഖ്യ ഉയർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഏകദേശം 30,000-ഓളം ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഓരോരുത്തരും ശരണമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഇരുമുടിക്കെട്ടുമായി ഈ മല ചവിട്ടി എത്തുകയാണ്. കുട്ടികളും അതോടൊപ്പം തന്നെ കുഞ്ഞു മാളികപ്പുറങ്ങൾ, കുഞ്ഞയ്യപ്പന്മാർ, അതോടൊപ്പം ഈ ഇരുമുടിക്കെട്ടുമായി വരുന്ന എല്ലാ അയ്യപ്പന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവരും ഈ നടപ്പന്തലിൽ എത്തുന്നുണ്ട്. വിരിവയ്ക്കുന്നവരൊക്കെ നമുക്ക് കാണാം. എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തർ ഈ ദർശനത്തിനായി എത്തുന്നുണ്ട്. പുലർച്ചെ 3 മണിയോടുകൂടി നട തുറന്നു. അതിനുശേഷം ഓരോ പൂജകളായി നടക്കുമ്പോഴും ദർശനത്തിനായി വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇനി 1 മണിയോടുകൂടിയായിരിക്കും നട അടയ്ക്കുക. അതിനുശേഷം 3 മണിക്ക് നട തുറക്കും. രാത്രി 11 മണിയോടുകൂടി ഹരിവരാസനത്തോടെ നട അടയ്ക്കും. അതിനിടയിൽ വീണ്ടും നിരവധി ഭക്തജനങ്ങൾ, അതായത് ഉച്ചയോടുകൂടി തന്നെ തിരക്ക് ചിലപ്പോൾ വർദ്ധിക്കാനാണ് സാധ്യത. കൂടുതൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തും. എന്തായാലും വലിയൊരു നിര തന്നെ നമുക്ക് ഈ വലിയ നടപ്പന്തലിൽ കാണാൻ സാധിക്കും. സാധാരണയായി അതായത് കഴിഞ്ഞതിന് മുൻ ദിവസങ്ങളിൽ ഇത്തരമൊരു തിരക്ക് ഈ നടപ്പന്തലിൽ അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ഈ സംഖ്യ വർദ്ധിച്ചു വരികയാണ്. അയ്യപ്പന്മാരൊക്കെ തന്നെ നിരവധിയായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കാനനപാതയിലൂടെ വരുന്ന അയ്യപ്പന്മാരുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കാനനപാതയിലൂടെ വന്ന ചെന്നൈ സ്വദേശികളായിട്ടുള്ള ഒരു 20-അംഗ സംഘമുണ്ടായിരുന്നു. അതിൽ 3 പേരെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് NDRFന്റെ സംഘമൊക്കെ ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. എന്തായാലും അതുപോലെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഇവിടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അങ്ങനെ കാത്തു നിൽക്കുകയാണ് ദർശനത്തിനായി. ഇനി അയ്യനെ കാണാനായിട്ട് നീണ്ട ഒരു ക്യൂ തന്നെയാണ്. പക്ഷേ സുഗമമായ ദർശനം തന്നെയാണ് എല്ലാ ഭക്തർക്കും ലഭിക്കുന്നത്. മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.